അടുത്ത പാട്ട് തുടങ്ങിയാലോ? എന്തോടി നിനക്ക് ഇത്ര അഹങ്കാരം? പ്രതീക്ഷിക്കാതെയുള്ള ആകാശിൻ്റെ അടിയിൽ അപ്പു ഒന്ന് വേച്ചുപോയി. പതിയെ അവളിൽ നിന്ന് ഒരു പേടി ഉടലെടുക്കാൻ തുടങ്ങി. ഒപ്പം മഴ പെയ്യാനും കൂടെ തുടങ്ങിയതും അവൾ ചുറ്റും ഒന്ന് നോക്കി. ഇല്ല, അവിടെ അടുത്തൊന്നും ആരുമില്ല. അവൾ ഭയത്തോടെ നാലുപാടും നോക്കി. നീ കാരണം എൻ്റെ അനഘമോള് കരഞ്ഞ കരച്ചിൽ ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. നീ അത്രയും പിള്ളേരെ മുന്നിൽ വെച്ച് അവളെ നാണം കെടുത്തിയില്ലേ? അതും 2 തവണ. അതിനുള്ളത് നീ അനുഭവിക്കും. ആകാശ അപ്പുവിൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചതും പിന്നിൽ നിന്നുള്ള അലർച്ച കേട്ടത് ഒരുമിച്ചാണ്. ഡോ! അലറിക്കൊണ്ട് തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന നീലനെ കണ്ട് അപ്പുവിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. എടാ വാ പോവാം. ആകാശ് കൂടെയുള്ളവൻ്റെ ബൈക്കിന് പിന്നിൽ കയറി വണ്ടി മുന്നോട്ടെടുത്തു. നീലൻ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ പിന്നിൽ നിന്ന് വലിച്ചു ആകാശ് റോഡിൽ വന്നു വീണു. ആരടി അവൻ? നീലൻ ദേഷ്യത്തിൽ അപ്പുവിനെ നോക്കി. അനഘയുടെ ഏട്ടനാ. അത് പറഞ്ഞ് നീലൻ അവനെ റോഡിൽ നിന്നും വലിച്ചെഴുമിച്ച് മുഖം നോക്കിയൊന്ന് കൊടുത്തു. എന്നെ തന്നെ താനാരാടോ? തൻ്റെ ഷർട്ടിൽ പിടുത്തമിട്ടിരിക്കുന്ന നീലൻ്റെ കൈ തട്ടിമാറ്റി ദേഷ്യത്തിൽ ചോദിച്ചു. എൻ്റെ കൂട്ടുകാരൻ്റെ അനീത്യവള്. കൂട്ടുകാരൻ്റെ അനീത്യല്ലേ, സ്വന്തം അനീത്യൊന്നല്ലല്ലോ. അപ്പൊ താൻ പോയി തന്നെ പണി നോക്ക്. ഇനി ഇത് ഞങ്ങൾ തമ്മിലുള്ള ഇടപാടാണ്. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും വല്ലാതെ നനഞ്ഞിരുന്നു. എന്താ അവിടെ പ്രശ്നം? ബഹളം കേട്ട് നാട്ടുകാർ കൂടാൻ തുടങ്ങിയിരുന്നു. അത് കണ്ടതും ആകാശത്തിൻ്റെ മുഖത്ത് ഗൂഢമായ ഒരു ചിരി തെളിഞ്ഞു. ചേട്ടാ, ഞങ്ങൾ 3 പേരും ഒരു ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ് വരുമായിരുന്നു. അപ്പൊ ദേ ഇവളും ഇയാളും തമ്മിൽ പറയാൻ തന്നെ നാണക്കേടാവണു. ആകാശം മുഖം തിരിച്ചു പറഞ്ഞതും നീലൻ അവന് നേരെ പാഞ്ഞെടുത്തു. കൊള്ളം പറയുന്നോടും മോന്. നീലൻ തല്ലാൻ കയ്യോങ്ങിയതും 1-2 പേർ അവനെ പിടിച്ചു മാറ്റി. ചോദിക്കാൻ നിന്ന ഞങ്ങൾ ഇയാൾ ഇതുപോലെ തല്ലാൻ വന്നു. അല്ല, തല്ലി. ആകാശ് കവളി കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്തായി കേക്കണേ? ചെമ്പകുമടത്തിലെ കുഞ്ഞൊരു പെണ്ണുമായിട്ട്? ഇല്ല, ഇത് കള്ളായിരിക്കും, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. അതെന്താ, ചെമ്പകമഠത്തിലെ കുഞ്ഞ് ആരാ? ഹരിചന്ദ്രനാണോ? അതോ ഇവൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും കുഴപ്പമില്ല എന്നാണോ? മറ്റൊരാളും പറഞ്ഞു. ഞങ്ങൾ ഈ നാട്ടുകാരല്ല. അപ്പോ ആരാന്ന് പോലും അറിയാത്ത 2 പേരെ കുറിച്ച് കള്ളം പറയേണ്ട കാര്യം എന്താ ഞങ്ങൾക്ക്? വേണമെങ്കിൽ അവന്മാരോട് ചോദിച്ചു നോക്ക്. ആകാശ് കൂടെയുള്ളവരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതോ അവന്മാര് ആകാശിനെ അനുകൂലിച്ചു. അപ്പൊ കാര്യങ്ങൾ അങ്ങനെ വരട്ടെ. ഒരു പെണ്ണുമായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് മറ്റൊരാളായിട്ട് വേറെ ബന്ധം. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പുഴയോരത്ത് കണ്ടിരുന്നല്ലോ ഒരുമിച്ച്. അന്ന് നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടതാ. അപ്പൊ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഏർപ്പാടല്ല. തീർത്തടോ, കുറെ നേരം ആയില്ലോ തുടങ്ങിയിട്ട്. ഇനി ഇവിടെ നിന്ന് എന്നെക്കുറിച്ച് ഇവളെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞ് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന കിളവനാണെന്ന് നോക്കില്ല. എൻ്റെ കൈയിൻ്റെ ചൂടറിയുന്നവൻ. അയാൾക്ക് നേരെ കൈ ചൂണ്ടി താക്കിയതോടെ പറഞ്ഞ നീലൻ അപ്പോൾ നേരെ തിരിഞ്ഞു. ഇവിടെ നീ എന്ത് പൂരം കാണാൻ നിൽക്കുക? വീട്ടിലേക്ക് പോടി. നീലൻ അലറിയതും അപ്പു ജീവൻ കൊണ്ടോടി. മഴയത്ത് അവളുടെ കണ്ണുനീർ വെള്ളത്തിലലിഞ്ഞു. ആ ഓട്ടം ചെന്ന് നിന്നത് വീടിന് മുന്നിലാണ്. ഉമ്മറത്തായി അയൽക്കൂട്ടത്തിലെ 2-3 ചേച്ചിമാർ വന്ന് നിൽക്കുന്നുണ്ട്. അമ്മയുടെ മുഖവും ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. അപ്പു ഭയത്തോടെയാണ് അമ്മയുടെ മുന്നിലേക്ക് വന്ന് നിന്നത്. അടുത്ത നിമിഷം അമ്മയുടെ കൈ അവളുടെ മേൽ വീണിരുന്നു. അപൂർണ പോയതും നീലൻ ഒന്നുകൂടെ എല്ലാവരും തർപ്പിച്ചു നോക്കി. നീ ഇപ്പൊ കാണിച്ച തിണ്ടിത്തരത്തിന് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. ഇപ്പോഴല്ല, സമയാവട്ടെ. ആകാശിന്റെ തോളിൽ തട്ടിപ്പറഞ്ഞ് നീലൻ മുണ്ടും മടക്കി കുത്തി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കയറിയതും അവൻ വെറും നിലത്തേക്ക് കിടന്നു. നനഞ്ഞ ഡ്രസ് പോലും മാറ്റാത്തതുകൊണ്ട് അവൻ ചെറുതായി തണുക്കുന്ന പോലെ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അതിന് 1000 ഇരട്ടി ചൂടായിരുന്നു മനസ്സിന്. പറമ്പിൽ തേങ്ങയിടാൻ ആളുകൾ വന്നിരുന്നു. അത് നോക്കാനാണ് തറവാട്ടിലേക്ക് പോയത്. തറവാടിനോട് ചേർന്ന് തന്നെയാണ് പറമ്പ്. പറമ്പിലെ മാവിനോട് ചേർന്നുള്ള അച്ഛൻ്റെ അമ്മയുടെ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ കുറച്ചു നേരം നിന്നു. അപ്പോഴാണ് റോഡിലൂടെ പോകുന്നവളെ കണ്ടത്. ഗേറ്റ് വഴി തറവാട്ടിലേക്ക് എത്തി നോക്കി ഒറ്റയ്ക്ക് സംസാരിച്ചു പോകുന്നവളെ കണ്ട് നീലനും ചിരി വന്നിരുന്നു. തേങ്ങയിടയിലൊക്കെ കഴിഞ്ഞ് കണക്കും മറ്റു കാര്യങ്ങളും നോക്കി തിരികെ വരുമ്പോഴാണ് മഴ പെയ്തത്. എന്തായാലും നനഞ്ഞ സ്ഥിതിക്ക് വീട്ടിലെത്താൻ വേഗത്തിൽ നടന്നപ്പോഴാണ് അപൂർണയും അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നവനെയും കണ്ടത്. അവൻ അസ്വസ്ഥതയോടെ താഴെ നിന്ന് എണീറ്റു.
റൂമിൽ വന്ന് ഡ്രസ്സ് മാറ്റി ബെഡിലേക്ക് കിടന്നു. ശ്രീലക്ഷ്മിയോട് സംസാരിച്ച കുറച്ച് ആശ്വാസമാവുമെന്ന് തോന്നിയതും ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നില്ല. അവൻ ഫോൺ ബെഡിലേക്ക് ഇട്ട് തലവണയിലേക്ക് മുഖം ചേർത്ത് കിടന്നു. എന്നാലും അവർക്ക് എങ്ങനെ തോന്നി ഞങ്ങൾ സംശയിക്കാൻ? എൻ്റെ കാര്യം വിട്ടേക്ക്, കൊച്ചു പെൺകുട്ടിയല്ലേ അവള്. കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങൾ ആലോചിക്കുന്നതോടെ നീലന് ദേഷ്യം വർദ്ധിച്ചിരുന്നു. അമ്മ അമ്മ ഞാൻ അപ്പു അടികൊണ്ട പുറത്ത് കൈവച്ച് നിറമൊഴികളോടെ അമ്മയെ നോക്കി. നിന്നോട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞതാണോ കൊട എടുത്തോണ്ട് പോവാൻ? അപ്പം മഴ നനഞ്ഞില്ലേ? പനി പിടിച്ചാ ഞാൻ തിരിഞ്ഞു നോക്കില്ല. അല്ലെങ്കിൽ അച്ഛനും മക്കളും ഞാൻ പറഞ്ഞ എന്താ കേട്ടിട്ടുള്ളേ? അമ്മയുടെ സംസാരം കേട്ട് അപ്പു അയൽക്കൂട്ടൻ ചേച്ചിമാരും ഒരേപോലെ ഞെട്ടി. നനഞ്ഞ കോഴിയെ പോലെ വീഴ്ച നിൽക്കാതെ പോയി തല തോർത്ത് ഡ്രസ്സ് മാറ്റുപണ്ണേ. അമ്മ പറഞ്ഞതും അവൾ അകത്തേക്ക് പോയി. അവൾ പോയി എന്ന് ഉറപ്പ് വരുത്തിയതും അമ്മ മുന്നിൽ നിൽക്കുന്നവർക്ക് നേരെ തിരിഞ്ഞു. എന്നാലും മോളെ ഒന്ന് വഴക്കെങ്കിലും പറയായിരുന്നു, കൂട്ടത്തിൽ ഒരു ചേച്ചി പറഞ്ഞു. നിങ്ങൾ കേട്ടതല്ലേ ഞാൻ അവളെ വഴക്ക് പറഞ്ഞത്? അതല്ല ചേച്ചി, അവിടെ കാർത്തിക്കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞേ. ഒന്നില്ലെങ്കിൽ ഇവളൊരു പെൺകുട്ടിയല്ലേ, ആരെങ്കിലും അറിഞ്ഞ എന്താ കരുതുക? കല്യാണം ഉറപ്പിച്ചൊരു പയ്യനായിട്ട് അവിഹിതാന്നല്ലേ പറയാ? അതെ, ഇപ്പം നിങ്ങൾ പറഞ്ഞത് പറഞ്ഞു. ഇനി എൻ്റെ മുറ്റത്ത് നീ വക വർത്താനം പറഞ്ഞ ഒരു അവിഹിതം പോലും. ഒരു മനുഷ്യന് അവിഹിതം ഉണ്ടാവാൻ ചെറിയ ബുദ്ധിയും ബോധമെങ്കിലും വേണം. ഇത് അവിഹിതെന്ന് മര്യാദയ്ക്ക് എഴുതാൻ പോലും അറിയാത്ത ആ പെണ്ണിന് അറിഞ്ഞൂടാ. അതല്ല ചേച്ചി, എല്ലാരും കണ്ടതാ ഇവിടെ കാർത്തിമോന്റെ കൂടെ. ആ എല്ലാവരുടെയും കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നാ? ഇല്ലല്ലോ. എനിക്കെൻ്റെ മോളെ അറിയാം, അതുപോലെ തന്നെ കാർത്തിക്കുഞ്ഞിനെയും. എൻ്റെ അരുണിൻ്റെ കൂടെ ഈ മുറ്റത്ത് കളിച്ചു വളർന്നവനവൻ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവാ നോക്കിയാ. ഇതെല്ലാം കേട്ട് വാതിലിൻ്റെ മറവിൽ നിന്ന് അപ്പു കരച്ചിലടക്കി പിടിച്ച റൂമിലേക്ക് ഓടി. ഡ്രസ്സ് മാറ്റി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ റൂമിൽ അമ്മയുണ്ടായിരുന്നു. നീ എന്താ തലശ്ശേരിക്ക് തോർത്തിയില്ല അപ്പു? അമ്മ അവളുടെ തല തോർത്താൻ തുടങ്ങിയതും അവൾ കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ കുട്ടി എന്തിനാ കരയണേ? ഒന്നുമില്ലടാ, അമ്മ അവളുടെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. കുറച്ചു നേരം ഉറങ്ങി എല്ലാ സങ്കടവും മാറും, കുഞ്ഞുറങ്ങിക്കോ. അമ്മ അവളുടെ ബെഡിലേക്ക് കിടത്തി. അമ്മ അവളുടെ നെറുകിൽ പതിയെ തട്ടിക്കൊണ്ടിരുന്നു. അവളെപ്പോഴോ പതിയെ ഉറങ്ങിപ്പോയി. ഫോണിൻ്റെ റിങ് ആയിട്ടാണ് നീലം കണ്ണു തുറന്നത്. നോക്കിയപ്പോൾ ശ്രീലക്ഷ്മിയാണ്. അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ഹലോ ഹലോ, കാർത്തിയേട്ടൻ വിളിച്ചിരുന്നു അല്ലേ? ഞാനൊന്ന് പുറത്തു പോയിരിക്കായിരുന്നു, ഇപ്പോഴാ വീട്ടിലെത്തിയേ. അപ്പോഴാ കോള് കണ്ടേ, സോറി. ഏയ് സോറി എന്തിനാടോ? ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്ന കാര്യം താൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഞാനത് മറന്നുപോയി. എന്നിട്ട് എന്തായി ഫ്രണ്ടിന് മീറ്റ് ചെയ്താ? എന്താണ് മൂളലിനൊരു തെളിച്ചില്ലല്ലോ? അവൻ കളിയായി ചോദിച്ചു. അത് കാർത്തിയേട്ടാ, ഒരു കാര്യം ഉണ്ടായിന്ന്. അത് പിന്നെ കാർത്തി കാർത്തി അപ്പോഴേക്കും പുറത്തുനിന്ന് ശബ്ദം ഉയർന്നിരുന്നു. എടാ ഞാൻ തിരിച്ചു വിളിക്കാം. നീലം കോള് കട്ടാക്കി പുറത്തേക്ക് വന്നു. അരുണായിരുന്നു അത്. ഏത് ടെൻഷൻ മോനെ എൻ്റെ അപ്പൂനെ ഉപദ്രവിച്ചു, അവനെ ഞാനിന്ന് കൊല്ലും. അരുൺ ആകെ ദേഷ്യത്തിൽ വിറയ്ക്കുകയായിരുന്നു.